കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല. കാരണം ഇപ്പോൾ ഈ അമ്പലങ്ങളിലൊക്കെ നവരാത്രി മഹോത്സവം നടക്കുന്നത് കൊണ്ട് ആ അമ്പലങ്ങളിലെ പല ഭരണസമിതിയിലൊക്കെയുള്ള ടീമുകളൊക്കെ നമ്മളെ ഇങ്ങനെ ക്യാൻവാസ് ചെയ്യും. എല്ലാ അമ്പലങ്ങളിലും ആരെങ്കിലുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ കാണും. അപ്പോഴും നമ്മളെ അവർ ക്യാൻവാസ് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പൂജകളും കാര്യങ്ങളും ഒക്കെ അങ്ങ് എഴുതിക്കും. നമുക്ക് നോ പറയാൻ പറ്റത്തില്ല. നമ്മൾ അന്നേരം പൂജയൊക്കെ എഴുതും. അന്നേരം നമ്മളതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിക്കാൻ പോകണം. അങ്ങനെ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് ശാരദാമഠത്തിൽ പോയി. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ചെന്ന് പൂജകളൊക്കെ കാണുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് സമയം നിന്ന് പൂജകളെല്ലാം കണ്ട് അന്നേരം അവിടെ നീരാവിൽ സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നു. അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് അതിൻ്റെ പരിപാടികളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും അതിൻ്റെ 2 ഡാൻസൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. നല്ല ഫ്യൂഷൻ ഡാൻസും നല്ല പ്രോഗ്രാമായിരുന്നു. അവിടുത്തെ വേറൊരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ സാറന്മാർ, ടീച്ചേഴ്സും പ്രിൻസിപ്പാൾ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു അടിപൊളി ഡാൻസ് അവതരിപ്പിച്ചു. അത് ഞാൻ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ടായിരുന്നു, ചാനലിലിട്ടില്ല. എന്നിട്ട് കുറേ സമയം അവിടെ ഒക്കെ ഇരുന്ന് ഇതെല്ലാം ഈ കൊച്ചു പിള്ളേരെ കണക്കാണ് എൻ്റെ മനസ്സും. കാരണം എനിക്ക് ഈ പിള്ളേരെ കണക്ക് ഇങ്ങനെ ഡാൻസൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ അങ്ങ് നടക്കണമെന്നാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലെ ആഗ്രഹം. അങ്ങനെ പ്രസാദം വാങ്ങിക്കാൻ പോയ ഞാൻ അവിടെ അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ മോൻ വന്ന് വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ നമ്മൾ ഇപ്പോൾ ഈ പല അമ്പലങ്ങളിലും ക്യാൻവാസിങ് നടക്കുന്നത് കാരണം അങ്ങനെയാണ് ശാരദാമഠത്തിൽ പോയത്. ഇനി വേറൊരു അമ്പലവും ഉണ്ട്. ഇന്ന് നമ്മുടെ അമ്പലത്തിൽ കഞ്ഞിസദ്യയൊക്കെ ഉണ്ടായിരുന്നു, നടത്തി നമ്മൾ. അന്നേരം അതിന് രാവിലെ തന്നെ 7:30 പോയി 10:30 മണിക്കാണ് വന്നത്. ഇന്ന് ഫുള്ളും അമ്പലത്തിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത് കൂട്ടുകാരെ. നമ്മൾ ഈ പ്രായമാകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാവരും കുറച്ച് ഭക്തിയും അമ്പലങ്ങളിലൊക്കെ പോവുകയും പള്ളികളിലാണെങ്കിൽ അവിടെയും എല്ലാം പോയി നല്ല പ്രാർത്ഥന വേണം. ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു മിഡിൽ ഏജൊക്കെ കഴിയുമ്പം തന്നെ എപ്പോഴും പ്രാർത്ഥിക്കണം. എന്നാലും ഒരു മധ്യപ്രായം കഴിയുമ്പോഴേ നമ്മൾ നല്ല പ്രാർത്ഥനയും പൂജയും എല്ലാം വേണം. അന്നേരം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിടന്ന് കൂടുതൽ അനുഭവിക്കാതെ അങ്ങ് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത് ഈ ലോകത്ത് നിന്ന്. ഇങ്ങനെ ഞാൻ കേട്ടതുകൊണ്ട് എനിക്ക് കുറച്ച് ഭക്തിയൊക്കെ ഇപ്പോൾ മനസ്സിലുണ്ട്. എനിക്ക് മെയിനായിട്ട് ഭക്തി എന്ന് പറയുന്നത് കൂടുതൽ ഈ നൃത്തം കാണാൻ പോകുന്നതിനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. നവരാത്രി മഹോത്സവം നടക്കുമ്പോൾ അമ്പലങ്ങളിലെല്ലാം ഇഷ്ടംപോലെ നൃത്തം, ഒരുപാട് ഉത്സവം പോലെ നടത്തുന്ന അമ്പലങ്ങളിലെല്ലാം നൃത്തങ്ങൾ ഉണ്ട്. അത് കാണാനായിട്ടാണ് ഞാനീ പോകുന്നത്. രാവിലെ പോയിട്ട് ഇന്ന് വൈകിട്ടും പോയി. പുതിയകാവ് അമ്പലത്തിൽ പോയി. അവിടെ ചെന്ന് ഡാൻസ് എല്ലാം കണ്ട് 9 മണിയായിട്ടാണ് വന്നത്. എന്നെ വിളിക്കാൻ വന്നായിരുന്നു. അങ്ങനെ ആ ഡാൻസിൻ്റെത് ഞാൻ കുറച്ച് 2 എണ്ണം ഞാൻ ഇട്ട് ഇനിയും ഉണ്ട് എൻ്റെ കസ്റ്റഡിയിൽ. ഞാൻ വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഡാൻസായിരുന്നു. നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ മനസ്സിന് ഭയങ്കരമായ ഒരു കുളിർമയാണ്. എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയാണ് നമ്മുടെ മനസ്സിനുണ്ടാകുന്നത്. കുട്ടികളുടെ ഈ മേക്കപ്പും അവരുടെ ഡ്രസ്സിങ്ങും ആ കൊച്ചു കുട്ടികളുടെ പെർഫോമൻസും ഇതെല്ലാം കാണുമ്പോൾ ഭഗവതിക്ക് എന്തൊരു സന്തോഷം, നമുക്ക് സന്തോഷം, നമുക്കും അനുഗ്രഹം എല്ലാം കിട്ടും. നമ്മൾ നല്ല പോസിറ്റീവാവും. വീട്ടിലിങ്ങനെ എപ്പോഴും ഇരുന്ന് വീട്ടുജോലി മാത്രമായ ഇപ്പോൾ ഉള്ള വീടുകളിലെല്ലാം 1-2 അംഗങ്ങളായിരിക്കും കാണുന്നത്. എപ്പോഴും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന ഒരു രസവും കാണത്തില്ല. അതുകൊണ്ട് 10 ആളുകളെ എല്ലാം കാണണമെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉത്സവ സ്ഥലങ്ങളിലോ അങ്ങനെയൊക്കെയുള്ള പബ്ലിക് പ്ലേസിലൊക്കെ എന്തെങ്കിലും പരിപാടിക്ക് എന്തിനെങ്കിലുമൊക്കെ പങ്കെടുക്കണം. അപ്പോൾ നമ്മുടെ ബോറടിയും കുറച്ച് ഒരു മാനസിക ഉല്ലാസവും ഒരു സാമൂഹിക ബന്ധവും എല്ലാം നമുക്ക് ഉണ്ടാകും. അങ്ങനെ ഈ പല ഭരണസമിതി അംഗങ്ങളും ഇവരും എല്ലാം നമ്മളിങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പല അമ്പലങ്ങളിലും പൂജകളൊക്കെ നടത്താം. അതും ഒരു എക്സ്പീരിയൻസാണ്. നമുക്ക് അവിടെ നിന്ന് പൂജയുടെ പ്രസാദം വാങ്ങിക്കാം, കൂടെ ഈ പരിപാടികളും കാണാം. ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ കൂട്ടുകാരെ. ഇന്ന് മൊത്തം അമ്പലത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അതുകൊണ്ട് കുറേ പ്രാർത്ഥനയോടുകൂടി എല്ലാം ഇരിക്കണം. ഒരു ഏജ് കഴിഞ്ഞാൽ പ്രാർത്ഥന അത്യാവശ്യമാണ്. പിന്നെ ഒരു ഏജിൽ മാത്രമല്ല, എപ്പോഴും പ്രാർത്ഥന വേണം. എന്നാലും
ഒരു പ്രായം കഴിഞ്ഞാൽ കൂടുതൽ വേണം. അങ്ങനെ ഇന്ന് മൊത്തം അമ്പലമായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഒരു കഞ്ഞി സദ്യയൊക്കെ അമ്പലത്തിൽ തൊട്ടടുത്ത് നടത്തിയായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ അതിന് പോയി 7:30 മണിയായപ്പം പോയി 10:30 മണി കഴിഞ്ഞാണ് വന്നത്. പിന്നെ ഇന്ന് വേറെ പ്രത്യേകിച്ച് എങ്ങും പോയില്ല, അമ്പലം മാത്രമായിരുന്നു. ഞാൻ വീഡിയോ ഇടാൻ താമസിച്ചത് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ താമസിച്ചു. അതുകൊണ്ടാണ് കൂട്ടുകാരെ. എല്ലാവരും എൻ്റെ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടെന്ന് എനിക്കറിയാം. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കൂട്ടുകാരെ. എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോ ഇടാനൊരു ഇൻസ്പിറേഷനും ആകത്തുള്ളൂ, നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കൂട്ടുകാരെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.